ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് അടൂർ പ്രകാശ് വിജയിക്കേണ്ടത്? പറയുള്ളൂ, മൈക്കോണാണ്. അത് ഈ നാടിന്റെ ആവശ്യമാണ്. അല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു അഡ്വക്കേറ്റ് സമ്പത്ത്, അദ്ദേഹം 3 ടേൺ 15 വർഷക്കാലം ഈ പറഞ്ഞ ആറ്റിങ്ങലിന്റെ MP ആയിരുന്നു. 5 വർഷക്കാലമാണ് അടൂർ പ്രകാശ് MP ആയിരുന്നത്. ആ 5 വർഷവും ഈ 15 വർഷവും താരതമ്യപ്പെടുത്തേണ്ടതാണ്. അതാണ് ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത്. അടൂർ പ്രകാശിന്റെ 5 വർഷവും സമ്പത്തിന്റെ 15 വർഷവും താരതമ്യം ചെയ്യണം. പക്ഷെ ഇവർ ചോദിച്ചത് അടൂർ പ്രകാശിന് വോട്ട് കൊടുത്താൽ ഇത് പറയുമ്പോഴും ഈ 5 വർഷക്കാലം ആറ്റിങ്ങൽ ബൈപ്പാസ് മുതൽ ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ മിനി ഹൈമാസ് ലൈറ്റുകൾ വരെ അടൂർ പ്രകാശാണ് വെച്ചത്. ഈ പറഞ്ഞ 15 വർഷക്കാലം ഇവിടുത്തെ സമ്പത്തല്ല. സമ്പത്തിനെ ഇവിടെ കണ്ടിട്ടുണ്ടോ ഈ 15 വർഷക്കാലം? ഈ 5 വർഷക്കാലം അടൂർ പ്രകാശ് ഏതൊരു താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഇടയിലും അദ്ദേഹമുണ്ട്. നേരത്തെ ഈ പ്രവർത്തന ചോദ്യമുണ്ട്. അടൂർ പ്രകാശിന് എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? അടൂർ പ്രകാശ് നാളെ നരേന്ദ്രമോദി ഉച്ചഭക്ഷണത്തിന് വിളിച്ചാൽ പോയി ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ക്യാബിനറ്റിലോട്ട് പോവില്ലെന്ന് എന്താ ഉറപ്പ്? അതിവിടെ സൂചിപ്പിച്ചതിന് മറുപടിയാണ് ഈ പറഞ്ഞ നേരത്തെ അത് ശ്രദ്ധിക്കണ്ട. അവര് പല രീതിയിൽ ഭീതിപ്പെടുത്താൻ ശ്രമിക്കും. മഴക്കരുത്. ഇവിടെ റിപ്പോർട്ടർ നേരത്തെ ഇവിടെ അവതരിപ്പിച്ചതുപോലെ അടൂർ പ്രകാശ് ആണ്. അത് തന്നെയാണ് അടൂർ പ്രകാശ് ആണ് എന്നുള്ളതാണ്. ശരി, ഞാൻ വരുന്നു. നമുക്ക് ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് താങ്കൾ നേരത്തെ ഉന്നയിച്ചത്. ബി ജെ പി പ്രതിനിധി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രതികരണം അതിലേക്ക് വരാം. അതിന് മുൻപ് ശ്രീ സമ്പത്ത്, ഇതിന് മറുപടി താങ്കൾ പറയാം. അതിനു മുൻപ് ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ഞങ്ങൾ തന്നെ ഇന്ന് പുറത്തുവിട്ട വാർത്ത അനുസരിച്ച് കോൺഗ്രസിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഓഫീസിലെ സെക്രട്ടറി സഹായിച്ചുവെന്ന അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിട്ടത്. അതിപ്പോൾ BJP നിഷേധിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല കോൺഗ്രസ് നേതാവ് നിഷേധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഈ അന്തർധാര ഈ മണ്ഡലത്തിൽ സജീവമായിരുന്നോ? മറിച്ച് പ്രതിപക്ഷത്തിന്റെ ആരോപണം മൗലവി കേസ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ തമ്മിലാണ് അന്തർധാര എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ വാസ്തവം? ഒന്നാമത്തെ കാര്യം, ഞാൻ 15 കൊല്ലം പാർലമെന്റ് അംഗമായിരുന്നില്ല. 1996 ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി സഖാവ് സുശീല ഗോപാലിന് ശേഷം 11ാം ലോക്സഭയിലേക്ക് സമ്പത്ത് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആദ്യത്തെ 10 മാസം ദേവഗൗഡയും പിന്നീട് 8 മാസം IK ഗുജറാളും പ്രധാനമന്ത്രിയായിരുന്നു. ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ എൻ്റെ 2 ചങ്ങാതിമാരുടെയും നേതാക്കൾ ഒരുമിച്ചാണ് അവരെ വലിച്ച് താഴെയിട്ടത്. 1.5 കൊല്ലമായിരുന്നു അത്. 2009-ലും 2014-ലും 2 തവണ അത്തരത്തിൽ പിന്നീടാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് MP ആവുന്നത്. അതിനു മുമ്പ് കാട്ടാക്കട എന്ന നിയമസഭാ മണ്ഡലം ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നില്ല. പ്രായം കുറവായിരുന്നത് കൊണ്ടാണ് ആ ഓർമ്മ പക്ഷേ വന്നിട്ടുണ്ടാവുക. ഞാനത് തിരുത്തിയതാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ആളായതുകൊണ്ട് ഞാൻ എതിരായി മത്സരിച്ച മറ്റൊരാൾ ഇപ്പോഴും സ്ഥാനാർത്ഥിയായതുകൊണ്ടും ഞാൻ വ്യക്തിപരമായ ഒരു പരാമർശവും ആരെക്കുറിച്ചും നടത്തുന്നില്ല. അത് UDF ആയാലും അതല്ല BJP ആയാലും. ഇവിടെ പാർലമെന്റ് അംഗം എന്ന നിലയിൽ എന്ത് ചെയ്തു എന്നുള്ളതിന് നമുക്ക് അത് രണ്ടാമത്തെ ചോദ്യം BJPയുടെ ബന്ധത്തെക്കുറിച്ചാണ്. അതെ, അത് ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് അത് അരുൺ കൊണ്ടുവന്നതെന്നായില്ലേ, ഞാൻ ഇതിലേക്ക് ചുരുങ്ങിപ്പോയേനെ. കോലിബി ബന്ധം നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. ആരായിരുന്നു ഡോക്ടർ മാധവൻകുട്ടി? ആരായിരുന്നു അഡ്വക്കേറ്റ് രത്നസിംഗ്? ആരൊക്കെയാണ് ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഒരു പൊതു സ്ഥാനാർത്ഥിയായി നിർത്തിയത്? ആർക്കെതിരായിട്ടാണ് മത്സരിച്ചത് വടകരയിലും ബേപ്പൂരിലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനെതിരായിട്ടാണ് മത്സരിച്ചത്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. ഇവിടെ വാസ്തവത്തിൽ ഇപ്പോൾ ഒരു ചോദ്യം ഇവിടെ വരുന്നത്, നിങ്ങളൊരു ചെറിയ പാർട്ടി. ശരിയാണ്, ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ്. നല്ല എരിവുള്ള കുരുമുളക് ഒരു ചെറിയ സാധനമാണ്, ഒരു സംശയവും വേണ്ട. പിന്നെ എൻ്റെ ചങ്ങാതി രാജേഷ് ചുക്ക് ചേരാത്ത കഷായമാണ് കുടിക്കുന്നതെങ്കിൽ നല്ല ആരോഗ്യം തന്നെ ഉണ്ടാവും. ചുക്കില്ലാത്തൊരു കഷായം ഉണ്ടാവാറില്ല. ഈ അഗ്നി എന്നുള്ളത് കൈകൊണ്ട് തൊടാൻ കഴിയുന്ന ഒരു കാര്യമല്ല, തൊട്ടാൽ പൊള്ളും. അതുകൊണ്ട് അഗ്നിക്ക്, തീയ്ക്ക്, ആ ദീപത്തിന് അതിന് പ്രകാശമില്ല എന്ന്, അതിന് ചൂടില്ല എന്ന് ദയവ് ചെയ്ത് ആരും തെറ്റിദ്ധരിച്ചു കളയരുത്.